നിന്റെ അളിയൻ എന്തോ കുഴപ്പം ഒപ്പിച്ചിട്ട് വന്നേക്കുവോ? കൈയൊക്കെ ഉളുക്കോ മുറിയോ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അയ്യോ അതെന്തു പറ്റിയ? ഏയ് ആന്നൂലടാ, വണ്ടി കെട്ടി ചാടിയപ്പോ കൈ ചെറുതായിരുന്നു ഇടിച്ചതാ. കുറച്ചുമ്പ് നിങ്ങൾ എന്നോട് പറഞ്ഞത് ഡിവൈഡർ ഇടിച്ചു എന്നല്ലേ? അതെ, ഈ കട്ടർ ചാടിയപ്പോഴാണല്ലോ ഡിവൈഡർ ഇടിച്ചത്. അതിന് ഇവക്ക് കട്ടർ ഏതാ ഡിവൈഡർ ഏതാന്ന് അറിയാമോ? അല്ലടാ. അതെ അതെ. എനിക്കൊന്നും അറിയില്ലല്ലോ, അറിയുന്ന കുറെ പേര് ഇവിടെ ഉണ്ടല്ലോ. ഇടം നിന്റെ പെങ്ങളെന്താ ഇങ്ങനെ ആയിപ്പോയെ? അളിയൻ്റെ കൂടെ താമസം. ഇടം എന്റെ അളിയ ഒന്ന് പോയി കിടന്നുറങ്ങി ചെല്ല്. ഗുഡ് നൈറ്റ്. പോ. അല്ലളിയ ഹോസ്പിറ്റലൊന്നും പോണ്ടല്ലോ അല്ലേ? എന്തിന്? എടാ എനിക്കൊരു കുഴപ്പമില്ല. ഇങ്ങനെ പറയുമ്പോ തന്നെ എന്തോ കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലായി. നീ നിന്റെ ചേച്ചിയൊക്കെ ഉണ്ടല്ലോ, ഒറ്റ വണ്ടിക്ക് കിട്ടാവുന്ന സാധനങ്ങളാ. പോയി കിടന്നുറങ്ങി. ചെല്ല് ചെല്ല്. അയ്യേ നാണല്ലോ എനിക്ക് കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ. എനിക്കിത്തിരി നാണം കുറവാ. അതെനിക്കറിയാം. ഇനി ചിരിക്കണ്ട കേട്ടോ നിങ്ങള്. എനിക്കൊരു മനസ്സമാധാനം ഇല്ല. അയ്യോ ആരുടെ നിന്റെ മനസ്സമാധാനം എടുത്തോണ്ട് പോയത്? കളി പറയല്ലേ. നമുക്ക് ആകെ കൂടി എന്തോ കഷ്ടകാല. എന്റെ ആമി, നമ്മൾ സ്വയം ഉണ്ടാക്കി വെക്കുന്ന കഷ്ടകാലങ്ങളേ ഉള്ളൂ. എന്റെ ആമി, നമ്മളിങ്ങനെ അന്ധവിശ്വാസികളാവാൻ പാടില്ല. എന്നിട്ടാണോ ഇപ്പൊ ഈ ആക്സിഡന്റ് ഉണ്ടായേ? അതിപ്പോ വണ്ടി ഓടിക്കുമ്പോ ഇതൊക്കെ സ്വാഭാവികമല്ലേ? ഒരു സ്വാഭാവികമല്ല. ദത്തടം പറഞ്ഞ അനുസരിക്കാത്തതുകൊണ്ടാ ഇതെല്ലാം. ഞാനെന്താ അനുസരണക്കേട് കാണിച്ചു? ഒന്നും കാണിച്ചില്ലേ? മുത്തശ്ശി കൊണ്ടുവന്ന സിന്ദൂരം തൊടുന്നത് ദത്തട്ട മുടക്കില്ലേ? ഓ അതായിരുന്നു. അതെന്താ അതത്ര നിസ്സാര കാര്യ എന്ന് ഞാൻ പറഞ്ഞോ? എന്നാ പോയി വേഗം കുളിച്ചിട്ട് വാ, ഞാൻ സിന്ദൂരം തൊട്ട് തരാം. ഈ കൈ വെച്ച് ഞാൻ കുളിക്കാനോ? കുളിക്കാതെ പിന്നെ ഇങ്ങനെ ഉറങ്ങുന്നേ? ഈ ടീച്ചർ ഇങ്ങനൊരു മടിയൻ. വാ ഞാൻ കുളിപ്പിച്ചുതരാം. അയ്യേ പോ. ഓ പിന്നെ ഒരു നാണക്കാരൻ. ഇങ്ങോട്ട് വാ മനുഷ്യ, ഇങ്ങോട്ട് വരാം. വാ ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് മനുഷ്യൻ അത്ര ഇക്കിള് പാടില്ലല്ലോ. അടങ്ങിയത് നിൽക്കും മനുഷ്യ. ഞാൻ തനിയെ കുളിച്ചോളാം, നീ ഇറങ്ങി പോയേ. നിനക്ക് എന്നെ കുളിപ്പിക്കണം അല്ലേ? കേക്കും ശരിയാക്കി തരടി. അവിടെ കാര്യം എന്തേ കാണിക്കുന്നേ? നനഞ്ഞു. എന്തേ കാണിക്കുന്നേ? എന്റെ ദേവി തലേക്കാവിലമ്മേ, എന്റെ ദത്തട്ടിന് ഒരു കുഴപ്പവും വരുത്തരുതേ. ആരോഗ്യ ആയുസ് നൽകണമേ. ദത്തന്റെ കൈവേദന എത്രയും പെട്ടെന്ന് മാറ്റിത്തരണേ. കാരണമായി എന്റെ പ്രാർത്ഥന നീ കേൾക്കണേ. ചെമ്പകശ്ശേരി തറവാട് നശിപ്പിക്കാൻ അവതരിച്ച ആ പൂജയെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടിച്ചു തരണേ. സത്യങ്ങളൊന്നും മുത്തശ്ശി അറിയാൻ ഇടവരുത്തരുതേ. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം വിധിയം വണ്ണം നടന്ന അടുത്ത തിരുവാതിര ഉത്സവത്തിന് ഞാനൊരു പൂമൂടൽ നടത്തിയേക്കാമേ. ഉമാദത്തൻ, ചതയൻ നക്ഷത്രം. മോൾ ഇങ്ങനെ സങ്കടപ്പെടാതെ. മോളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. മോൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കും. ചേച്ചി, എന്റെ ഏറ്റവും വലിയ ടെൻഷൻ ആദ്യ. ഇങ്ങനെ പോയ അവന്റെ ഭാവി എന്താവും? എത്ര കാലം ഇവളുടെ കൂടെയുള്ള ഈ ജീവിതം. അവളാ കൊച്ചിനെ പ്രസവിച്ച ആദ്യം അവന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ അതിനെ നോക്കേണ്ടി വരില്ലേ? ചെമ്പകശ്ശേരിയിലെ സ്വത്തിന് അതും അവകാശിയാവില്ലേ? അതിനൊന്നുള്ള അവസരം ദൈവം വരുത്തത്തില്ല. മോള് നോക്കിക്കോ, അധികം വയ്യാതെ അവളുടെ കള്ളി പുറത്താകും. നമ്മൾ ആരും ഒന്നും ചെയ്യണ്ട. മുത്തശ്ശി തന്നെ അവളെ അടിച്ച് പുറത്താക്കും. എന്റെ ഏറ്റവും വലിയ സങ്കടം ദത്തൻ അവളുടെ കൂടെ നിൽക്കുന്നത്. ചേച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് വിഷയം വന്നാലും ആ മനുഷ്യൻ അവളുടെ പക്ഷം പറയും. അതിന് ഞാൻ മോളെ മാത്രമേ കുറ്റം പറയൂ. സാറിനെ വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ മോൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാ. ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മോളെ. അവര് പറയാതെ തന്നെ നമ്മൾ അതെല്ലാം സാധിച്ചു കൊടുക്കണം. നല്ല ഭക്ഷണം, സ്നേഹം, പരിചരണം, കരുതൽ, ഇടയ്ക്കിടയ്ക്ക് അവരുടെ നന്മകളെ പറ്റി പുകഴ്ത്തി പറയൽ. അങ്ങനെ ആണുങ്ങളെ കയ്യിലെടുക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. മോളിനി ആ വഴിയൊന്ന് ശ്രമിച്ചു നോക്ക്. പൂജയല്ല,
അവിടെ അപ്പുറത്തുള്ളോള് വന്നാലും ദത്ത സാറ് പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. എനിക്ക് എന്റെ ആമി മതിയെന്ന് ഊണിലും ഉറക്കത്തിലും സാറ് മന്ത്രം പോലെ പറയും. അതിനെവിടെയാ ചേച്ചി സമയം? ആ മനുഷ്യന്റെ ഡ്യൂട്ടി എന്നൊരു വിചാരല്ലേ ഉള്ളൂ. അതൊക്കെ മോള് വിചാരിച്ചാൽ പൊളിക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ സാറിന്റെ കൈ വയ്യ. മോൾ ആ അവസരം തന്ത്രപരമായി ഉപയോഗിക്കണം. ഒരു കാരണവശാലും കുറച്ച് ദിവസത്തേക്ക് ഓഫീസിൽ പോകാൻ സമ്മതിക്കരുത്. ലീവ് എടുപ്പിക്കണം. എന്നിട്ട് ഫുൾ ടൈം കൂടെ ഇരുന്ന് ശുശ്രൂഷിക്കണം. മോളുടെ സ്നേഹം എന്താണെന്ന് ദത്ത സാറ് തിരിച്ചറിയണം. അതിന് ഞാൻ പറഞ്ഞ ദത്തേട്ടൻ ലീവ് എടുക്കോ? ഈ സംശയം മോളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് ആദ്യം മാറ്റി വെക്കേണ്ടത്. ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങണം. ദത്തൻ സാറേ മോളുടെ ഭർത്താവാ. നാളെ മോൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിന്റെ അച്ഛൻ. ഇപ്പോഴേ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിലേ ഭാവിയിൽ അത് ദോഷം ചെയ്യും മോളെ. ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ആണുങ്ങളെന്ന് പറഞ്ഞാൽ ചെളി കണ്ട ചവിട്ടും, വെള്ളം കണ്ട കഴുകും. അതിനുള്ള അവസരം നമ്മൾ അവർക്ക് കൊടുക്കരുത്. എന്താ വേണ്ടെന്ന് ഞാൻ വിശദമായിട്ട് മോൾക്ക് പറഞ്ഞു തരാം. ഞാൻ പറയുന്നത് അക്ഷരം പ്രതി മോൾ അങ്ങ് അനുസരിച്ചാൽ മതി. എത്രയും പെട്ടെന്ന് നമുക്കെല്ലാം ഒരു കരക്കെത്തിക്കാം. മോള് വാ. ആദ്യക്കുട്ടാ, ആ നീ ഇറങ്ങുവാ. ഈ പാല് കുടിച്ചിട്ട് പോ. അയ്യോ മുത്തശ്ശി സമയമില്ല, ഇപ്പൊ തന്നെ ലേറ്റായി. ഇത് കഴിച്ചിട്ടുള്ള നേരം മതി. ഇതാ പിടിച്ചേ, അല്ല. പിടിക്കേ. കേട്ടോ മോളെ, ഇവൻ പണ്ടും ഇങ്ങനെയാ. എന്തെങ്കിലും കഴിക്കണമെങ്കിലേ നമ്മൾ പുറകിൽ ഇങ്ങനെ നടക്കണം. കൊച്ചുനാളിലെ ഇത്തിരി പാല് കുടിപ്പിക്കാൻ വേണ്ടി ഈ വീട് മുഴുവൻ ഇവൻ എന്നെ ഇട്ട് ഓടിക്കുമായിരുന്നു. ഇവനെ ഉടുക്കാക്കുട്ടിയായിരുന്നു. അയ്യോ ഇതുപോലെ നാണില്ലാത്തൊരു മുത്തശ്ശി. നിനക്ക് നാണയില്ലാത്ത കാര്യാ പറഞ്ഞേ. കേട്ടോ മോളെ, എത്ര നിർബന്ധിച്ച് നിക്കറിട്ടാലും ഇവനത് ഊരിക്കളയും. മുത്തശ്ശി ഒരു 5-6 വയസ്സ് വരെ ഇവൻ നിക്കർ എന്ന് പറയുന്ന സാധനമേ ഇട്ടിട്ടില്ല. ഇവനൊരു നിക്കർ വിരോധിയായിരുന്നു. മുത്തശ്ശി എന്താടാ നിന്റെ കയ്യിലിരിപ്പൊക്കെ നിന്റെ ഭാര്യയോട് പറയണ്ടേ? അല്ലേ മോളെ? എടാ കുടിച്ചിട്ട് പോടാ. വയറ് എത്തു. അളിയാ നീ ഇറങ്ങണോ? ഓഹോ അടുത്ത കുരിശു. അതെ പോവാ. അല്ല അളിയത് പോണില്ലേ? ഞാനിന്ന് ലീവ് എടുത്ത് നിന്റെ പെങ്ങളുടെ സംരക്ഷണയിൽ കഴിയണമെന്ന് അവർക്ക് ഒരേ വാശി. എന്ത് ചെയ്യാൻ താലി കിട്ടി പോയില്ലേ? അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അല്ല അളിയന്റെ കൈവേദന എങ്ങനെയുണ്ട്? അതൊക്കെ അങ്ങ് മാറിക്കോളും. ആ